ഈ അന്വേഷണം ഇതെങ്ങോട്ടാണ്? ജനം TV പരിശോധിക്കുകയാണ് വിശദമായി തന്നെ. ഭക്തരുടെ സംശയങ്ങളാണ് ഞങ്ങൾ ഈ നിമിഷം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുവിലും ചുറ്റിപ്പറ്റി SIT. പോറ്റിയുടെയും മുരാരി ബാബുവിൻ്റെയും അറസ്റ്റ് വൈകിപ്പിച്ചത് തെളിവുകൾ നശിപ്പിക്കാനാണെന്ന സംശയം ബലപ്പെടുകയാണ്. വമ്പൻ സ്രാവുകളെ രക്ഷിക്കാൻ അണിയറയിൽ തിരക്കിട്ട നീക്കമെന്നാണ് പ്രധാന സംശയം. അതിനിടെ ഇന്നലെ രാത്രി കോട്ടയം പെരുന്നയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ അല്പസമയത്തിനകം റാന്നി കോടതിയിൽ എത്തിക്കും. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് പ്രജിത് മോഹൻ, ഒപ്പം റാന്നി കോടതിയിൽ നിന്ന് ഗോകുൽ രമേശ് എന്നിവർ ചേരുകയാണ്. ആദ്യം പ്രജിത്തിലേക്കാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ അന്വേഷണം നടക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. പ്രജിത്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? ഈ FIR രജിസ്റ്റർ ചെയ്ത് 5ാമത്തെ ദിവസം തികയുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൊക്കിയത്. ഇപ്പോൾ 11ാമത്തെ ദിവസമായിരിക്കുന്നു മുരാരി ബാബുവിനെ പിടിക്കാൻ. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെ നിർണായകമായി തന്നെ ഓരോ ഉദ്യോഗസ്ഥരുടെയും പേരെഴുത്ത് പരാമർശിച്ചിട്ടുണ്ട്. അവർ ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യങ്ങളടക്കം. പിന്നെ എന്തിനായിരുന്നു ഈ വൈകിപ്പിക്കൽ? സ്വാഭാവികമായിട്ടും ഭക്തർക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട സംശയം അതാണ്. ശ്യാമ, ഈ അന്വേഷണങ്ങളെല്ലാം വളരെ വൈകിയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയാണെങ്കിലും ശരി, അത് കഴിഞ്ഞ് ആ റിപ്പോർട്ട് കോടതിയിൽ വരുന്നു. കോടതി പിന്നീട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശം നൽകി കോടതി നിർദ്ദേശം നൽകിയത് ഒക്ടോബർ 6-നാണെങ്കിൽ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞ് ഒക്ടോബർ 9-ഓടെയൊക്കെയാണ് ഈ പറയുന്ന അന്വേഷണ സംഘം തന്നെ രൂപീകരിക്കുന്ന ഔദ്യോഗിക ഉത്തരവ് വരുന്നതും. പിന്നീട് FIR ഇടാൻ വൈകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നത് പിന്നെയും 5 ദിവസം കഴിഞ്ഞ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പോലും വൈകിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കോടതിയിൽ വീണ്ടും ആദ്യത്തെ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതും കഴിഞ്ഞാണ് ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ നിർണായകമായ അറസ്റ്റ് ആവേണ്ട മുരാരി ബാബുവിന്റെ അറസ്റ്റും ഉണ്ടാകുന്നത്. എന്ന് പിന്നീട് ഇപ്പോൾ മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്നു. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, ഈ ഘട്ടത്തിലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൊണ്ടുപോയ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ഹൈദരാബാദിലോ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളും സ്വർണ്ണപ്പാളികളും ഒക്കെ പ്രദർശനത്തിന് വെച്ച സ്ഥലങ്ങളിലോ ഒന്നും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയോ തെളിവെടുപ്പോ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടനവധി സംശയങ്ങൾ അവിടെ ബാക്കിയാകുന്നുണ്ട്. അത് സാധാരണക്കാരും വിശ്വാസികളും ഒക്കെ പലപ്പോഴായി ആവർത്തിച്ച് നവമാധ്യമങ്ങളിലടക്കം ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളികൾ, ഇവർക്ക് തെളിവുകൾ നശിപ്പിക്കാൻ ഇഷ്ടം പോലെ അവസരം കിട്ടി എന്നുള്ളതാണ് പലരും സംശയമുയർത്തുന്നത്. കാരണം മറ്റൊരു സംസ്ഥാനത്ത് ഉള്ള സ്ഥാപനമാണ്. അവിടെ എത്തി തെളിവെടുക്കുമ്പോൾ ഈ പറയുന്ന രേഖകൾ അവിടെ ഇല്ല എങ്കിൽ ഇപ്പോൾ വിജിലൻസ് ഒക്കെ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ വിജിലൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ചില ദേവസ്വം രേഖകൾ ഒഴിച്ച് ഈ സ്മാർട്ട് ക്രിയേഷൻസ് പോലെയുള്ള അവിടെ ഉണ്ടാകേണ്ട പല രേഖകളും നശിപ്പിക്കപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് രേഖകൾ നൽകാൻ ദേവസ്വം ബോർഡ് വിമുഖത കാണിക്കുന്നു എന്ന് പ്രത്യേക അന്വേഷണ സംഘം തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട്. എല്ലാം അറിയുന്നവനാണ് ഈ മുരാരി ബാബു. ഈ കൃത്യമായ സംഘടിത കൊള്ളയിൽ വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, 98-99 കാലയളവിൽ ഈ സ്വർണം പൂശിയ കഥയൊക്കെ അറിയുന്ന ആളാണ് ഈ മുരാരി ബാബു. മാത്രമല്ല സുധീർ കുമാർ, അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പിന്നാലെയുണ്ട്. മാത്രമല്ല 17/6/2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അപേക്ഷ കൊടുക്കുമ്പോഴേക്കും ചാടി എഴുന്നേറ്റ് അതങ്ങ് ഇപ്പം ഞാനങ്ങ് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഊർജ്ജസ്വലനായി പ്രവർത്തിച്ച ആളാണ് മുരാരി ബാബു. യെസ്, ആ മുരാരി ബാബുവിനെ കോടതിയിൽ എത്തിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം അറിയുന്ന, എല്ലാത്തിനും കാരണക്കാരനായ ഈ മുരാരി ബാബു, ഇയാൾ എന്തിനായിരുന്നു ഇത്രയും സമയം വെറുതെ വിട്ടത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ശ്യാമ. കാരണം ഈ മുരാരി ബാബു എന്ന് പറയുന്നത് ദേവസ്വത്തിൽ ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അല്ലെങ്കിൽ രേഖകൾ നശിപ്പിക്കാനും രേഖകൾ ഉണ്ടാക്കാനും ഒക്കെ വളരെ എളുപ്പം കഴിയുന്നയാൾ, സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കാൻ അതിവൈദഗ്ധ്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അത് മറ്റുള്ളവർ അത്തരം ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന മറ്റുദ്യോഗസ്ഥർ. അപ്പോൾ സ്വാഭാവികമായും തങ്ങൾക്ക് നേരെ തെളിവുകളായേക്കാവുന്ന രേഖകൾ അത് നശിപ്പിക്കാൻ ശേഷിയുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ പറയുന്ന മുരാരി ബാബു ആണെങ്കിലും, അന്നത്തെ ഈ സുധീഷ് കുമാർ ആണെങ്കിലും ശരി, ദേവസ്വം സെക്രട്ടറി ആണെങ്കിലും ശരി, അതോടൊപ്പം ഈ പറയുന്ന FIR-ൽ പേര് പരാമർശിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ. അപ്പോൾ അവരിൽ ഒരു മുരാരി ബാബുവിനെ മാത്രം, അതും ഇത്രയും വൈകിയതിനു ശേഷം അറസ്റ്റ് ചെയ്യുമ്പോൾ, സ്വർണം ചെമ്പാക്കാൻ കഴിഞ്ഞ മുരാരി ബാബുവിന് ഈ പറയുന്ന രേഖകൾ പലതും നശിപ്പിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് വെറുമൊരു ആരോപണം മാത്രമായി കാണാനും കഴിയില്ല. കാരണം സ്വാഭാവികമായും തങ്ങളുടെ തെറ്റുകൾ മറച്ചുപിടിക്കാൻ, തങ്ങളുടെ കുറ്റങ്ങൾ മറച്ചുപിടിക്കാൻ ഇത്തരം ശ്രമങ്ങൾ, ഇത്തരം ഇടപെടലുകളൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും
സംശയം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദേവസ്വത്തിന്റെ ഒരു പഴയ ഓൾട്ട് റിപ്പോർട്ടിൽ പോലും പറയുന്ന ഒരു കാര്യം, പല ദേവസ്വം ഭൂമികൾക്കും രേഖകൾ പോലുമില്ല, ഈ രേഖകൾ പലതും നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ രേഖകൾ പലതും നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദേവസ്വം ബോർഡിലെ രേഖകൾ നഷ്ടമാകുന്നത് ഒരു പുതിയ കാര്യമല്ല. സ്വാഭാവികമായും ഇത്തരം പല ക്രമക്കേടുകളും മറച്ചു പിടിക്കാൻ രേഖകൾ ഇല്ലാതാക്കുന്ന ഒരു പഴക്കം, അല്ലെങ്കിൽ ഒരു പഴയ അത്തരം റിപ്പോർട്ടുകളൊക്കെ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളും തെളിവുകളും ഒക്കെ നശിപ്പിക്കപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ മെല്ലെപ്പോക്ക് ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം ഹൈക്കോടതി അടക്കം പറഞ്ഞിരിക്കുന്നു കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന്. അത്രയും ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഉന്നതരായ ആളുകൾ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തും അംഗങ്ങളുടെ സ്ഥാനത്തുമൊക്കെ ഇരുന്നതും ഇരിക്കുന്നവരുമായ ആളുകൾ, ഇവർക്കൊക്കെ തങ്ങളിലേക്ക് വിരലുകൾ ചൂണ്ടാകുന്ന തെളിവുകൾ, തങ്ങളിലേക്ക് അന്വേഷണം വരാകുന്ന വഴികൾ, ഇതൊക്കെ അടയ്ക്കാൻ, ഫലപ്രദമായി അടയ്ക്കാൻ ഒരു അന്വേഷണ സംഘത്തിന്റെ ഈ ലാഗ്, ഒരു മെല്ലെപ്പോക്ക് കാരണമായേക്കാവുന്നുള്ള സംശയവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഹൈന്ദവ സംഘടനകൾ ആവർത്തിച്ച് പറയുന്നത് ഈ അന്വേഷണത്തിലെ പോരായ്മകൾ തന്നെയാണ്. അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്തുകൊണ്ട് ഇത്രയും വൈകുന്നു, നിങ്ങൾക്ക് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെക്കാൻ എന്തുകൊണ്ട് ഇത്രയും ദിവസം വേണ്ടി വന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ഇത്ര ദിവസം വേണ്ടി വന്നു. ഇതാ ദേവസ്വം കമ്മീഷണർ ഒരു ഉത്തരവ് ആദ്യം ഇറക്കുന്നു. അതെ, ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഒക്കെ ഉടായ്പാണ് കേട്ടോ, അവർക്ക് ഈ വൈദഗ്ധ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ അതേ മനുഷ്യൻ തന്നെ ഒരു 4 ദിവസം കഴിയുമ്പോൾ അടുത്ത ഉത്തരവ് അതെ എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുത്തു വിട്ടേക്കെന്ന്. അപ്പോൾ ഇനി അയാളിലേക്കൊക്കെ അന്വേഷണം എപ്പോൾ എത്തും? ഈ ഒരു ചോദ്യം ഇവിടെയുണ്ട്. 2019 ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ കൂടി, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കൂടി എടുത്തു പറയുന്നത്. എന്തായാലും ഒരു നിമിഷം പ്രജിത്ത് വീണ്ടും ഒന്ന് വളരെ പെട്ടെന്ന് ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുൽ, ഇപ്പോൾ മുരാരി ബാബുവിനെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്, നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചില സംശയങ്ങളാണ്, ഇപ്പോൾ ഭക്തരുടെ സംശയങ്ങളാണ് ടീം ജന ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോകുലിലേക്ക് വരാം. ഒരു നിമിഷം പ്രജിത്ത് പറഞ്ഞോളൂ. പോയിന്റ് അത് തന്നെയാണ്, ഈ മെല്ലെപ്പൊക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? തീർച്ചയായും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അടിയന്തരമായ ഇടപെടൽ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരും ആഗ്രഹിക്കുന്നുണ്ട്. ശ്യാമ് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ദേവസ്വം കമ്മീഷണർ നിലപാട് മാറ്റി, ആ നിലപാട് മാറ്റിയ കമ്മീഷണറിലേക്ക് പോലും ഇതുവരെ ആ അന്വേഷണം എത്തിയിട്ടില്ല. പക്ഷേ ആ നിലപാട് മാറ്റത്തിന് കാരണക്കാരനായി ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് കാരണക്കാരനായതെന്ന് കോടതി വരെ കണ്ടെത്തിയിട്ടുണ്ട്. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് ഏത് കാലത്ത് അന്വേഷണം എത്തുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോഴേക്കും ഇവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള, ഇവർക്കൊക്കെ ഇല്ലാതാക്കേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനുമുള്ള സമയം ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഈ അന്വേഷണത്തിലെ മെല്ലെപ്പോക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സംശയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന വിഷയം അന്വേഷണത്തിന് വേഗം പോരാ എന്നുള്ളത് തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ ലാഘവത്തോടെ അന്വേഷണത്തെ കാണുന്നു എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. കാരണം കോടതിയുടെ മേൽനോട്ടത്തിലാണ്, ബഹുമാനപ്പെട്ട കോടതി ഇതിലൊരു വീഴ്ചയും വരുത്തുന്നുമില്ല, കോടതി കൃത്യമായി പരിശോധിക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും ഈ അന്വേഷണ സംഘം കണ്ടെത്തുന്ന തെളിവുകളാണ് കോടതിയിലേക്ക് എത്തേണ്ടത്. ഈ തെളിവുകൾ ഇല്ലാതായാൽ എങ്ങനെ അന്വേഷണ സംഘത്തിന് കൃത്യമായ റിപ്പോർട്ട് കോടതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും? ഇവിടെയാണ് CBI പോലൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകത ആവർത്തിച്ച് ഹൈന്ദവ സംഘടനകളും BJPയും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരം സംഘടനകൾ, BJP ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്ന് പറയുമ്പോഴും പ്രത്യക്ഷത്തിൽ ഗ്രൗണ്ടിൽ അന്വേഷണം നടത്തുന്ന അന്വേഷണ ഏജൻസി വളരെ ലാഘവത്തോടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. വളരെ വേഗം കുറഞ്ഞാണ്, ഒച്ചിഴയുന്ന വേഗം മാത്രമാണ് ഈ അന്വേഷണത്തിലുള്ള ഒരു ഗസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രജിത്ത്, എന്തോ ഒരു വലിയ വീരകൃത്യമൊക്കെ ചെയ്തു വന്നിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പുറകിൽ രക്ഷിക്കാൻ ആളുണ്ടെന്നൊരു ധാർഷ്ട്യം ആ മുഖത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഒരു നിമിഷം പ്രതി, ഞാനൊന്ന് വേഗത്തിൽ ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുൽ, നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ മനോജ് കുമാർ എന്നൊരു പ്രേക്ഷകൻ പറഞ്ഞത്, കോടതി നിയന്ത്രണത്തിൽ CBI അന്വേഷിക്കണം എന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. മുരാരിയം കൊണ്ട് ഇങ്ങനെ നടക്കും കുറേ ദിവസങ്ങളെന്ന് ഗിരിജ CS പറയുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള കമൻറ്റുകൾ നമ്മൾ നേരത്തെയൊക്കെ ടീം ജനം ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജനം TV കാണുന്ന ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ സംശയങ്ങളാണ്, ചോദ്യങ്ങളാണ്. തീർച്ചയായും ഗോകുൽ പറയൂ.
ശ്യാം എന്തായാലും ഈ പ്രേക്ഷകരുടെ പ്രതികരണം പോലെ തന്നെയാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ നേരത്തെ മുതൽ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളായാലും രാഷ്ട്രീയ സംഘടനകളൊക്കെ ആയാലും ആവശ്യപ്പെടുന്നത് അതേ കാര്യം തന്നെയാണ്. ഈ വിഷയം അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികൾ തന്നെയാണ്. എങ്കിൽ മാത്രമേ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ, ഈ സത്യാവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു നടപടി അത് ഏറെ വൈകിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. എന്തായാലും മുരാരി ബാബുവുമായിട്ട് പ്രത്യേക അന്വേഷണം ഇപ്പോൾ റാന്നി കോടതിയിൽ എത്തിച്ചാണ്. സംഘം മുരാരി ബാബുവുമായിട്ട് നിലവിൽ കോടതി മുറിയിലേക്ക് മുരാരി ബാബുവിനെ കൊണ്ടുപോയിരിക്കുകയാണ്. കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ അടച്ചിട്ട കോടതി മുറിയിലാണ് കോടതി നടപടികളൊക്കെ ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ ഹാജരാക്കുന്ന വേളയിലും അതിൽ തന്നെയായിരുന്നു നടപടിക്രമങ്ങൾ നടന്നിരുന്നത്. സമാനമായി തന്നെയാണ്. ഗോകുൽ, വോയിസ് മുറിഞ്ഞു പോകുന്നുണ്ട്. ഗോകുൽ ഒന്ന് ടെലി കണക്ട് ചെയ്താരാമോ PCR? യെസ്, പറഞ്ഞോളൂ ഗോകുൽ. ശ്യാം, മുരാരി ബാബുവുമായിട്ട് അല്പസമയം മുമ്പാണ് പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അടച്ചിട്ട കോടതി മുറിയിലാണ് കോടതി നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുരാരി ബാബുവിനെ നേരിട്ട് കസ്റ്റഡിയിൽ വീണ്ടും ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപക്ഷെ റിമാൻഡിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെ പോയേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി അനുബന്ധമായിട്ട് വരുന്നുണ്ട്. എന്തായാലും കോടതി സമയം കഴിഞ്ഞെങ്കിൽ കൂടിയിട്ടും ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും എത്തിയതായിരുന്നു. ഇന്ന് 6 മണി വരെ റാന്നി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ ജഡ്ജി മജിസ്ട്രേറ്റ് ഇന്ന് അവധിയായിരുന്നു. അതിനുശേഷം ഈ ഒരു പ്രത്യേക കേസ് ആയതുകൊണ്ട് തന്നെ ജഡ്ജി വീണ്ടും 6 മണിയോടുകൂടി കോടതിയിൽ എത്തിച്ചേരുകയായിരുന്നു ഉണ്ടായത്. എന്തായാലും അതിനുശേഷം 6:10 കൂടിയിട്ടാണ് മുരാരി ബാബുവുമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതി മുറിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലൊക്കെ തന്നെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിൽ ഒരു വേഗതക്കുറവ് പ്രകടമാണ്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണം ഏറ്റെടുത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം പല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കൊക്കെ മുരാരി ബാബുവിലേക്കും ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ എത്താൻ വേണ്ടിയിട്ടുള്ള തെളിവുകളും വിവരങ്ങളും ഒക്കെ അന്വേഷണ സംഘത്തിന് കൈവശമുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ദിവസങ്ങളോളം കാത്തുനിന്ന് പിന്നീട് അവരിലേക്ക് എത്തുന്ന ഒരു നടപടിയാണ് ഈ അന്വേഷണ സംഘം സ്വീകരിച്ചത്. അതൊക്കെ വലിയ വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കുവാനും ഇടയാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അന്വേഷണം എന്തുകൊണ്ട് ഇങ്ങനെ വൈകുന്നു എന്നുള്ളത് തന്നെയാണ്. കേവലം 6 ആഴ്ച മാത്രമാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് സമയപരിധി അനുവദിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ സമ്പൂർണ്ണമായിട്ടുള്ള അന്വേഷണം നടത്തി വിശദമായിട്ടുള്ള റിപ്പോർട്ട് എന്തായാലും മുരളീധരൻ പറയുന്നു ഇനി കുറെ പേർ ഗുരുതര മാറാവ്യാധികൾ ഉണ്ടാകും. സുഗതൻ പി പറയുന്നു കേന്ദ്ര ശബരിമലയിൽ എത്തുന്ന എല്ലാ അഴിമതികളും ജനം TV ആണ് പുറത്തു കൊണ്ടുവരുന്നത്. തീർച്ചയായും ഞങ്ങൾ എന്നും ഭക്തർക്കൊപ്പം തന്നെ അടിയുറച്ച് നിൽക്കുകയാണ്. ശക്തമായി ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. മുഖ്യപ്രതിയിലെത്താൻ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന വളരെ പ്രധാനപ്പെട്ട ചില അഭിപ്രായങ്ങൾ RK വൈകുണ്ഠം പറയുന്നുണ്ട്. രേഖ ഓമനക്കൂട്ടം പറയുന്നു ഫ്രീ മെഡിക്കൽ ചെക്കപ്പ്, ചിക്കൻ ബിരിയാണി, മുരാരി ഹാപ്പി. യെസ്, എന്തായാലും ഈ വിഷയത്തിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നത്. പ്രജിത്തിലേക്ക് കൂടി പോയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളിലേക്ക് പോകണം. പ്രജിത്ത്, ചോദ്യം അത് തന്നെയാണ്. വമ്പൻ സ്രാവുകളിലേക്ക് പോകണം. ഉണ്ണി ഒരു വെറും പരൽമീൻ മാത്രമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു. പക്ഷെ ഈ ഒരു വേഗതയിൽ പോയാൽ ഈ സത്യം, യഥാർത്ഥ സത്യം ഭക്തർക്ക് മുമ്പാകെ കൊണ്ടുവരാൻ, സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരാൻ ഇനി എത്ര നാൾ കൂടി വേണ്ടി വരും? കോടതി പോലും പറഞ്ഞു കഴിഞ്ഞു, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ അറിയാതെ അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അറിയാതെ ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ കഴിയുകയില്ല. പിന്നീട് 2025 വരുമ്പോൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിന് പിന്നിൽ ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെടലുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും എല്ലാം ഈ പറയുന്ന ഗൂഢാലോചന എന്ന് പറയുന്ന ആ ഒരു സംശയ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കാതെ, അവരിലേക്ക് അതിവേഗം അന്വേഷണം എത്താതെ, അവരുടെ മൊഴികൾ എടുക്കാതെ, അവർക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാതെ ഈ അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അന്വേഷണത്തിന്റെ വേഗം കുറയും തോറും ഈ കേസിൽ ഇതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിലേക്ക് പോകുന്നതിൽ പല തടസ്സങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല രേഖകളും നശിപ്പിക്കപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. തെളിവുകൾ ഇല്ലാതാക്കാനുള്ള സാധ്യതയുണ്ട്. ചെന്നൈയിലും ബാംഗ്ലൂരും ഹൈദരാബാദിലുമൊക്കെ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള അവിടെ നിന്നും ലഭ്യമാകേണ്ട നിർണായക തെളിവുകളും രേഖകളും ദൃശ്യങ്ങളും ഒക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി പല സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന രീതിയിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടു നടന്ന് പ്രദർശിപ്പിച്ച് കാശ് വാങ്ങിയെന്നുള്ള മൊഴി വന്നിട്ടുണ്ട്. ആ മൊഴിയിൽ ഉന്നതരായ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവർക്കിതിലേതെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. സിനിമാ നടന്മാരുടെ അടക്കം വീടുകളിൽ സ്വർണ്ണപ്പാളികൾ എത്തിച്ച് പൂജിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അന്വേഷണ പരിധിയിലേക്ക് വരണമെങ്കിൽ അതിവേഗമുള്ള ദ്രുതഗതിയിലുള്ള അന്വേഷണം നടക്കണം. അതിന് മതിയായ ടീം സ്ട്രെങ്ത് പോലും ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഇത് 3-4 സംസ്ഥാനങ്ങളിലടക്കം വ്യാപിച്ചു കിടക്കുന്ന ഒരു കേസാണ്. ആ കേസിൽ ഇത്ര വേഗത്തിലുള്ള പരിശോധന നടക്കണമെങ്കിൽ വലിയ ടീം
വേണ്ടി വരും, കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ നിയോഗിക്കേണ്ടി വരും. അത്തരം നടപടികളൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്, അനിവാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഫലപ്രദമായി പോകുമോ എന്നുള്ള ഭക്തർക്കുള്ള സംശയം തന്നെ ഇപ്പോൾ വളരെ ശക്തമായി നിലനിൽക്കുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം ലഭിച്ചേ മതിയാകൂ. ഇത് പൊതുജനത്തിന്റെ സംശയമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ സംശയങ്ങളാണ് ടീം ജനത്തിലൂടെ കൃത്യമായി തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്.